ഹലോ മേറ്റ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഐറ്റം എന്ന് പറഞ്ഞാൽ നല്ല രുചിയേറിയ ഒരു ഫ്രൈഡ് റൈസും ചിക്കൻ കറിയുമാണ്. നമ്മൾ ഈ കല്യാണ വീടുകളിൽ നിന്നൊക്കെ കഴിക്കാറുള്ള ഫ്രൈഡ് റൈസ് അല്ലേ, നല്ല സ്പൈസസ് ഒക്കെ ഇട്ട് നല്ല കിടുക്കാച്ചി ഫ്രൈഡ് റൈസും അതിൻ്റെ കൂടെ നല്ല തിക്ക് ഗ്രേവിയുള്ള ചിക്കൻ കറി. അതാണ് ഇന്ന് നമ്മൾ കുക്ക് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് എല്ലാം വളരെ എളുപ്പത്തിൽ വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ കൂടുതൽ ലാഗടിപ്പിക്കാൻ നമുക്ക് നേരെ വീഡിയോയിലേക്ക് വിട്ടാലോ. ഇവിടെ ഞാൻ ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കറുവപ്പട്ടയുണ്ട്, ഏലക്ക, ഗ്രാമ്പു, കുരുമുളക്, ആവശ്യത്തിന് ബീൻസും ക്യാരറ്റും നമ്മളെടുത്ത് ജൂലിയൻ കട്ട് ചെയ്ത് അതായത് നീളത്തിലരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. കൂടെ തന്നെ ആവശ്യത്തിന് പച്ചമുളകും കുറച്ച് കറിവേപ്പില, അതുപോലെ തന്നെ വയണയില, കൂടെ മല്ലിയിലയും നമ്മൾ ആവശ്യത്തിന് എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ക്യാരറ്റും ബീൻസ് സ്ലൈസ് ചെയ്തതും കൂടി ഒരു 2-3 മിനിറ്റ് തിളച്ച വെള്ളത്തിലിട്ട് തിളപ്പിച്ചാണ് നമ്മൾ റൈസിലേക്ക് ചേർക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ആവശ്യത്തിന് സവാളയും തക്കാളിയും എടുത്തിട്ടുണ്ട്. ഞാനൊരു 3 സവാളയും 2 തക്കാളിയുമാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. ഓരോ ടേബിൾ സ്പൂൺ വീതം അണ്ടിപ്പരിപ്പ് പിളർന്നതും കിസ്മിസും കുരുമുളകും നമ്മൾ എടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഒരു 10 അല്ലി വെളുത്തുള്ളിയും 2 ഇഞ്ച് പീസസും എടുത്തിട്ടുണ്ട്. ഇനി നമ്മളത് ചിക്കനിലേക്ക് പോകണം കേട്ടോ. ഞാനിവിടെ ഒരു 15 പീസോളം മീഡിയം സൈസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വീതം മുളക് പൊടിയും ചിക്കൻ മസാലയും 1 ടീസ്പൂൺ വീതം ഗരം മസാലയും ഉപ്പും ചേർത്തൊന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഫ്രൈഡ് റൈസിന്റെ അരി ഇവിടെ സോക്ക് ചെയ്യാനായിട്ട് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇന്ത്യ ഗേറ്റിന്റെ നീളമുള്ള റൈസാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അരമണിക്കൂർ വെള്ളത്തിലിട്ട് സോക്ക് ചെയ്തെടുത്തിട്ടാണ് നമ്മൾ കുക്ക് ചെയ്യാൻ എടുക്കുന്നത്. അതേസമയം തന്നെ ഒരു ചീനച്ചട്ടി വെച്ച് കുറച്ച് വെളിച്ചെണ്ണയും നെയ്യും കൂടി ഇട്ട് കുറച്ച് സവാളയും കറിവേപ്പിലയും ചേർത്ത് നമുക്കൊന്ന് വറുത്തെടുക്കാം. കൂടെ തന്നെ നേരത്തെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഒരു അരമണിക്കൂറിന് ശേഷം ഒരു ഫ്രൈയിങ് പാനിൽ ഇതേപോലെ കുറച്ച് വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് 5 മിനിറ്റ് കൊണ്ട് ഹൈ ഫ്ലെയിമിൽ 2 സൈഡ് നമുക്കൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. ചിക്കൻ ആ ഒരു കറക്റ്റ് സ്ട്രക്ചറിൽ കിട്ടാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അതേസമയം തന്നെ ചീനച്ചട്ടിയിൽ ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് നേരത്തെ നമ്മൾ എടുത്തു വെച്ച കാഷ്യൂ നട്ടും കിസ്മിസും നമുക്കൊന്ന് വറുത്തെടുത്ത് മാറ്റി വെക്കാം. കൂടെ തന്നെ നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത സവാളയും കറിവേപ്പിലയും ഉപ്പും ചേർന്ന മിക്സും ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അതേസമയം കൊണ്ട് തന്നെ നമ്മുടെ ചിക്കൻ ഫ്രൈയും സെമി ഫ്രൈഡ് ആയിട്ടൊരു ഹാഫ് കുക്ക് പരുവത്തിൽ ഇവിടെ റെഡി ആയിട്ടിരിപ്പുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് നേരത്തെ നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന അരി ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് അതിലേക്കിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അരിയുടെ കളർ ഒന്ന് മാറി ചെറിയൊരു റെഡ് കളർ വരുന്നത് വരെ നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈഡ് റൈസിന്റെ ഒരു എക്സാക്ട് സ്ട്രക്ചറിൽ റൈസ് നമുക്ക് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ അരി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇനിയിപ്പോൾ നേരത്തെ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്ത ആ വെളിച്ചെണ്ണയിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ചതച്ച പേസ്റ്റാണ്, ഒരു 2 ടേബിൾ സ്പൂണോളം പേസ്റ്റാണ് ഞാനിതിൽ ചേർത്തിരിക്കുന്നത്. അത് ഇതിലേക്കിട്ട് നമുക്ക് ചെറിയ ഫ്ലെയിമിലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. കൂടെ തന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് ചതച്ചത് കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിങ്ങനെ ഓയിലിൽ കിടന്ന് ഫ്രൈ ആയി വരുമ്പോഴേക്കും നല്ലൊരു അരോമയാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത്. നമ്മുടെ ചിക്കൻ മസാലയുടെ ബേസ് മസാലക്കൂട്ടാണ് കേട്ടോ ഇത്. അതൊന്ന് റോസ്റ്റായി വന്നപ്പോഴേക്കും അതിലേക്ക് നേരത്തെ നമ്മൾ എടുത്തു വെച്ച സവാളയും തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. വേഗം വാടി വരാൻ വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉപ്പൊക്കെ ചേർത്ത് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഈ ഒരു ഗ്യാപ്പിൽ തന്നെ നമുക്ക് റൈസ് സെറ്റാക്കി എടുത്താലോ. ഒരു കുക്കറിലേക്ക് നമ്മൾ എടുത്ത അരിയുടെ ഇരട്ടി വെള്ളവും 1 ടേബിൾ സ്പൂൺ നെയ്യും നമ്മൾ ചേർത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന സ്പൈസസും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2.5 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് 5 ഗ്ലാസ് വെള്ളമാണ് ചേർത്തിരിക്കുന്നത്. നിങ്ങൾ എടുക്കുന്ന അരിയുടെ ഇരട്ടി വെള്ളം എന്ന കണക്കിലാണ് വെള്ളം ചേർക്കേണ്ടത്. അങ്ങനെ നമ്മൾ സ്പൈസസ് ഒക്കെ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. കുരുമുളകും അതുപോലെ ബാക്കി നമ്മുടെ ഏലക്ക, ഗ്രാമ്പു, കറുവപ്പട്ട, വയണയില എല്ലാം ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ആവശ്യത്തിന് ഉപ്പ്, ഞാനൊരു 1/2 ടേബിൾ സ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത്. ഇനി വെള്ളം നന്നായി തിളച്ച് വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ആ ഒരു സമയം കൊണ്ട് തന്നെ നേരത്തെ നമ്മുടെ സെറ്റായി വന്ന മസാലയിലേക്ക് നമ്മൾ പച്ചമുളകും കറിവേപ്പിലയും മല്ലിയിൽ അരിഞ്ഞതും കൂടി ചേർക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു 3 പച്ചമുളകും 2 തണ്ട് കറിവേപ്പിലയും 1 കപ്പ് മല്ലിയിലയുമാണ് ചേർത്തിരിക്കുന്നത്. നിങ്ങളുടെ മസാലയുടെ അളവിനനുസരിച്ച് ഇൻഗ്രീഡിയൻസിൽ വ്യത്യാസം വരുത്താം. മീഡിയം ഫ്ലെയിമിൽ മസാലക്കൂട്ടൊക്കെ നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. അപ്പോഴേക്കും നമ്മുടെ അരി ഇടാനുള്ള വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. സ്പൈസസും വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമ്മുടെ വറുത്ത അരി നമ്മളിത് ചെറുതായി ഒന്ന് കളറൊന്ന് മാറി നമ്മൾ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വറുത്തെടുത്ത അരിയും കൂടി നമുക്ക് തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. അരിയൊക്കെ ചേർത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് ഇളക്കി മസാലക്കൂട്ടും വെള്ളവും അരിയും എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യും. കുക്കർ തുറന്നു വെച്ച് തന്നെ വെള്ളം വറ്റി വരുന്നതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ ചിക്കൻ്റെ മസാലക്കൂട്ടിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ വീതം ചിക്കൻ മസാലയും മല്ലിപ്പൊടിയും അതേപോലെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഓയിലിൽ കിടന്ന് ചെറുതാക്കി ഒന്ന് ഫ്രൈ ചെയ്ത് നമ്മളൊന്ന് ചൂടാക്കിയിട്ടാണ് നമ്മൾ ആ മസാലയുമായിട്ട് മിക്സ് ചെയ്യുന്നത്. കാരണം മസാലയ്ക്ക് ആ ഒരു ഡാർക്ക് ഗ്രീൻ, ഒരു ബ്ലാക്ക് കളർ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. അതുപോലെ തന്നെ മസാലയിൽ നമ്മൾ മുളക് പൊടി ചേർക്കുന്നില്ല. ചിക്കൻ ഫ്രൈ ചെയ്യാൻ വെച്ചപ്പോഴാണ് നമ്മൾ മുളക് പൊടി ചേർത്തത്. ഈ മസാലക്കൂട്ടിലേക്ക് നമ്മൾ പച്ചമുളകും അതേപോലെ കുരുമുളകുമാണ് കൂടുതലായും ചേർക്കുന്നത്. ഒരു 2 കപ്പ് വെള്ളം കൂടി ഞാൻ ഒഴിച്ച് നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നേരത്തെ നമ്മൾ ഷാലോ ഫ്രൈ ചെയ്തെടുത്ത് വെച്ച് നമ്മുടെ ചിക്കൻ പീസസ് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഒരു മീഡിയം ഫ്ലെയിം തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കണം.
അപ്പോഴേക്കും നമ്മുടെ കുക്കറിലെ വെള്ളത്തിൽ കിടന്ന് തിളച്ച് പറ്റി റൈസൊക്കെ നല്ല പക്ക കൺസിസ്റ്റൻസിയിൽ ആ സ്പൈസസുമായിട്ട് ചേർന്ന് നല്ലൊരു അരോമയിൽ ഇങ്ങനെ റെഡിയായി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ ആ റൈസൊക്കെ ഒരു ബേസിനിലേക്ക് മാറ്റി ഒന്ന് സ്പ്രെഡ് ചെയ്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ മണം ഒരു രക്ഷയില്ല കേട്ടോ. ബാക്ക് ടു ദി ചിക്കൻ കറി. നമ്മുടെ ചിക്കനൊക്കെ വെന്ത് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മളിതാ ഒരു 8-10 കാഷ്യൂനട്ടും കിസ്മിസും നമ്മൾ ചേർത്തിട്ടുണ്ട്. ശരിക്കും കല്യാണ വീടുകളിൽ കാഷ്യൂനട്ട് വറുത്ത് അരച്ചാണ് ചിക്കൻ കറിയിൽ ചേർക്കുന്നത്. അങ്ങനെയും നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. നമ്മളിപ്പോൾ അല്ലാതെ ഫ്രൈ ചെയ്ത കാഷ്യൂനട്ടാണ് ചേർക്കുന്നത്. കാഷ്യൂനട്ട് അരച്ച് ചേർക്കുമ്പോഴേക്കും ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതുപോലെ തന്നെ നമ്മുടെ ചിക്കൻ മസാലയുടെ ഗ്രേവിയുടെ തിക്നെസ് ഈ ഒരു ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്താൽ മതി കേട്ടോ. നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച സവാളയും കറിവേപ്പില വറുത്തതും കാഷ്യൂനട്ടും കിസ്മിസും മിക്സ് റൈസിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. 1/2 കപ്പ് മല്ലിയില അരിഞ്ഞതാണ് നമ്മൾ അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ നേരത്തെ നമ്മൾ എടുത്തു വെച്ച ക്യാരറ്റും ബീൻസും ഒരു 2-3 മിനിറ്റ് തിളച്ച വെള്ളത്തിലിട്ട് ഹാഫ് കുക്ക്ഡ് ആക്കിയിട്ട് നമ്മൾ ഈ റൈസിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്ര ഐറ്റംസ് ചേർത്തതിന് ശേഷം ബേസിനെടുത്ത് ചെറുതായിട്ടൊന്ന് ഷെയ്ക്ക് ചെയ്ത് അല്ലെങ്കിൽ ഒരു ചട്ടുകമോ സ്പാറ്റിലോ എന്തെങ്കിലും കൊണ്ട് നിങ്ങൾക്ക് റൈസ് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ഞാനിപ്പോൾ ഓൾറെഡി ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ റൈസിൻ്റെ ഒരു തിക്നെസ് കണ്ടില്ലേ, ഈ ഒരു സ്ട്രക്ചറിലാണ് നമ്മുടെ ഫ്രൈഡ് റൈസിൻ്റെ റൈസ് നമ്മൾ കുക്ക് ചെയ്തെടുക്കേണ്ടത്. അരികത ഇതേപോലെ നന്നായിട്ട് വിട്ട് വീഴുന്ന ആ ഒരു സ്ട്രക്ചറിൽ നമുക്ക് റൈസ് സെറ്റ് ചെയ്തെടുക്കണം. റൈസിലേക്ക് നമ്മൾ ആഡ് ചെയ്ത സ്പൈസസും വെജിറ്റബിൾസും എല്ലാം കൂടി നല്ല രീതിയിൽ മിക്സായി വരുന്നത് വരെ ഇതുപോലൊരു ചട്ടുകമോ കൊണ്ട് ഇതുപോലെ അങ്ങോട്ട് ഇളക്കി മറിച്ച് ഇട്ട് കൊടുക്കണം കേട്ടോ. ഞാനെടുത്തിരിക്കുന്ന റൈസിൻ്റെ ക്വാണ്ടിറ്റി വെച്ച് ഇതിപ്പോൾ 4 പേർക്ക് വളരെ നന്നായിട്ട് കഴിക്കാനായിട്ടുള്ള ഫ്രൈഡ് റൈസാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഈ റൈസ് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി ഒന്ന് സെർവ് ചെയ്തെടുക്കാം. ഓ ഗൈസ്, ഫൈനലി അങ്ങനെ നമ്മുടെ ഫ്രൈഡ് റൈസ് ഇതേ റെഡി ആയിട്ടുണ്ട്. നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റി ഇതേ ഒന്ന് സെർവ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല കളർഫുൾ അല്ലേ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നമ്മുടെ റൈസും ആ വെജീസും ലീവ്സും ഫ്രൈഡ് ഓണിയൻസും ആ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി കാണാനായിട്ട്. ഇതിലിപ്പോൾ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് കിട്ടുന്ന എന്താണെന്ന് അറിയാം, ആ റൈസിൻ്റെയും ആ ഒരു സ്പൈസസിൻ്റെ ഒരു മണമാണ് കേട്ടോ. നമുക്ക് നല്ല അടിപൊളിയായിട്ട് ആ ഒരു അരോമ നമുക്ക് കിട്ടുന്നുണ്ട്. അങ്ങനെ ഫ്രൈഡ് റൈസൊക്കെ നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. സംഗതി നല്ല ഡെലീഷ്യസ് ആയിരുന്നു. കുറച്ച് പിക്കിൾസും സാലഡ്സും ഒക്കെ ആയിട്ട് ഇതേപോലെ ഒരു പാത്രത്തിലോട്ട് അങ്ങോട്ട് റൈസ് എടുത്തിട്ട് കഴിച്ച് നോക്കുമ്പോൾ തന്നെ എന്തൊരു ഫീലാണെന്ന് അറിയാം. എക്സാക്ട്ലി നമ്മൾ ആ ഒരു കല്യാണ വീടുകളിൽ നിന്ന് കഴിക്കുന്ന ആ ഒരു ഫ്രൈഡ് റൈസിൻ്റെയും ചിക്കൻ്റെയും അതേ ടേസ്റ്റ് തന്നെ വീട്ടിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും, നമുക്ക് അപ്പോൾ മനസ്സിലാവും. അപ്പോൾ നിങ്ങളും തീർച്ചയായിട്ടും വീട്ടിൽ നമ്മുടെ ഈ ഫ്രൈഡ് റൈസ് റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. വെറും 1/2 കിലോ അരി മാത്രം മതി ഇതേപോലെ നന്നായിട്ട് നമുക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ ഫ്രൈഡ് റൈസ് ആൻഡ് ചിക്കൻ റെസിപ്പി ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതേപോലെ നമ്മുടെ ഈ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമന്റ് ചെയ്യണേ. മാത്രമല്ല ഇതുപോലുള്ള കൂടുതൽ കിടിലൻ വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് ഓൾ ഓപ്ഷൻ കൊടുത്തോളൂ. നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളെല്ലാം ഓൺ ടൈമിൽ തന്നെ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ ഫുഡ് വിശേഷങ്ങളും കാഴ്ചകളും ഒന്നും തന്നെ ഇവിടെ അവസാനിക്കുന്നില്ല. സ്റ്റേ ട്യൂൺഡ് ഫോർ മോർ കിടിലൻ അപ്ഡേറ്റ്സ്. സീ യു സൂൺ. അണ്ടിൽ നെക്സ്റ്റ് ടൈം, ബൈ.